ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റ് വ്ളോഗാണ്. ഞാനൊരു 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സാധാരണ ഈ ഒരു സമയമാകുമ്പോഴത്തേന് എന്നും എൻ്റെ എല്ലാ പരിപാടിയും കഴിച്ചിട്ട് ഞാൻ പോയി കിടക്കലാണ്. പക്ഷേ ഇന്ന് എനിക്ക് കുറച്ചധികം വർക്ക് ഉണ്ട് ചെയ്യാൻ. ഒരു സ്ക്രാപ്പ് ബുക്കാണ് കേട്ടോ, അതിൻ്റെ ബേസും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സോ അത് അങ്ങോട്ട് ഏകദേശം ഒന്ന് ചെയ്ത് വെച്ചിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വ്ളോഗും കൂടെ എടുക്കാമെന്നുള്ളത്. കാരണം അങ്ങനെ ഒരു വീഡിയോ കൂടെ ഇതിൻ്റെ ഇടയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും തന്നെ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ വീഡിയോ കൂടെ എടുക്കുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ എല്ലാ പരിപാടിയും, അതായത് എൻ്റെ ഫുഡ് കഴിക്കലും അങ്ങനത്തെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അത് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ക്രാപ്പ് ബുക്കിൻ്റെ വർക്ക് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ആ ഒരു വർക്ക് ഒന്ന് ചെറിയ ചെറിയ വർക്ക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് ഇന്ന് ചെയ്യാനുള്ളത് ആ ഒരു സ്ക്രാപ്പ് ബുക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പോൾ അത് ഓരോന്നും ചെറിയ ചെറിയ വർക്കായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് എഴുതി വെക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എന്നുള്ളൊരു സംശയം വരില്ല. എല്ലാം കുറച്ചും കൂടെ ഒന്ന് ഓർഗനൈസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ക്രാപ്പ് ബുക്ക് ചെയ്യുന്ന ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള സ്റ്റെപ്പുകൾ ഞാനിങ്ങനെ ഓരോന്നായിട്ടും ഡിവൈഡ് ചെയ്ത് എഴുതി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ വേറെ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മടിയുള്ള കാര്യമോ അല്ലെങ്കിൽ കുറച്ച് വലിയ കാര്യം, കുറച്ച് എഫേർട്ടും സമയമൊക്കെ എടുത്ത് ചെയ്യേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആ വലിയ ടാസ്കിനെ ചെറിയ ചെറിയ ടാസ്ക്കായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് എഴുതി വെക്കാം. എന്നിട്ട് പിന്നെ അതിലുള്ള ഓരോന്നും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് തീരണതേ മനസ്സിലാവില്ല. കാരണം അത്ര പെട്ടെന്ന് കഴിയും. പിന്നെ ഭയങ്കര ഭാരമുള്ള പോലെ നമുക്ക് ഭയങ്കര സ്ട്രെസ് എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ മടിയായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യം എന്നാൽ ചെയ്യണം എന്നുള്ളത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ടാസ്ക്കായിട്ടൊന്ന് മാറ്റിയിട്ട് പിന്നെ അത് ഓരോന്നായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണ അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ചെയ്ത് തീരും. അങ്ങനെ ഇനി ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ ടാസ്ക് എന്ന് പറയുന്നത് ചിപ്പ് ബോർഡ്സ് ഒക്കെ ഒന്ന് ട്രിം ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. കാരണം പാറ്റേൺ പേപ്പേഴ്സ് പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്ന് അത് കട്ട് ചെയ്ത് വെച്ചപ്പോഴേ ഞാൻ ചിപ്പ് ബോർഡ്സും കൂടെ എത്ര വേണമെന്നുള്ളതിൻ്റെ ഒരു ഏകദേശം അളവ് എടുത്തിട്ട് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനി ഒന്ന് കട്ട് ചെയ്താൽ മാത്രം മതി. ഇത് ഞാൻ 16.5 × 16.5 ഒരു സ്ക്വയർ പീസാണ് കേട്ടോ, ആ ഒരു അളവിലാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും സ്ക്രാപ്പ് ബുക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് പാറ്റേൺ ഷീറ്റ്സ് പ്രിൻ്റ് എടുക്കും. അത് പിന്നെ നമുക്ക് ക്യാൻവയിൽ ചെയ്യണോണ്ട് തന്നെ ഒരു കറക്റ്റ് അളവില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം ഐഡിയക്ക് ഞാനൊരു പ്രിൻ്റ് ചെയ്തതിന് ശേഷം അത് കറക്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എത്ര ഉണ്ടെന്ന് നോക്കും. എന്നിട്ട് അതിനേക്കാളും ഒരു 0.5 സെൻറ്റിമീറ്റേഴ്സ് കൂട്ടിയിട്ടാണ് കേട്ടോ, ഒരു 1/2 സെൻറ്റിമീറ്റർ കൂട്ടിയിട്ടാണ് ഞാൻ ഈ ചിപ്പ് ബോർഡ്സ് കട്ട് ചെയ്യലുള്ളത്. അങ്ങനെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ബേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിൻ്റെ ബേസായിട്ട് കൊടുക്കാൻ പോകുന്ന ഷീറ്റ് ഞാൻ ഓൾറെഡി ഇങ്ങനെ ഒരു ബ്ലൂ കളറിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് 220 GSM പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു നോർമൽ A3 ഷീറ്റാണ്. പിന്നെ ഞാനിപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്യാനുള്ള കാരണം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൂ തീമിലാണ് വേണ്ടത് എന്നുള്ളത്. സോ ഒരു ബ്ലൂ കളർ കാർഡ് സ്റ്റോക്ക് വാങ്ങുന്നതും പിന്നെ ഈ ഒരു ബ്ലൂ കളറിലുള്ള ഷീറ്റ് പ്രിൻ്റ് ചെയ്യുന്നതും എനിക്ക് ഏകദേശം ഒരേപോലെയാണ്. കാരണം കാർഡ് സ്റ്റോക്ക് ചിലപ്പോൾ A3 കിട്ടാൻ ഇവിടെ പണിയാണ്. 12 × 12 ഇഞ്ചസേ കിട്ടുള്ളൂ. അപ്പോൾ അത് രണ്ടെണ്ണം വാങ്ങുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ പ്രിൻ്റ് ചെയ്യണതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഫിനിഷിങ് ഉണ്ടാവും ചെയ്യും. സോ അതുകൊണ്ട് ഞാനങ്ങനെ പ്രിൻ്റ് ചെയ്തു എന്നുള്ളൂ. ഇനി നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ കാർഡ്ബോർഡ് ഷീറ്റ്സൊക്കെ ഈ ചിപ്പ് ബോർഡ്സൊക്കെ ഗ്ലൂ ആക്കിയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഒരു പീസ് ഒട്ടിച്ച് കഴിഞ്ഞ് അടുത്ത പീസ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പ് വിടണം. ആ ഗ്യാപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈ ഒരു ചിപ്പ് ബോർഡ് പീസിൻ്റെ ആ ഒരു തിക്നെസ് ഉണ്ടല്ലോ, ആ എത്രയാണെന്ന് നോക്കിയിട്ട് അതിനേക്കാൾ ഒരു പൊടിക്ക് കുറച്ച് ലൂസാക്കിയിട്ട് അങ്ങനെ വേണം കേട്ടോ ഒട്ടിച്ച് കൊടുക്കാൻ. അതൊന്നും നമുക്ക് ഭയങ്കര ലൂസായിട്ടും ഭയങ്കര ടൈറ്റായിട്ടും ഉണ്ടാവില്ല. ഈസി ആയിട്ട് തന്നെ അങ്ങനെ ഫോൾഡ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും. അങ്ങനെ അത് കംപ്ലീറ്റായി ഒട്ടിച്ച് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ബാക്കി കട്ട് ചെയ്യണത്. ഇനി ആവശ്യമുള്ള ആ ഒരു അളവിൽ കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ 4 കോർണേഴ്സും എല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്ക്രാപ്പ് ബുക്സിൻ്റെ വീഡിയോസ് ട്യൂട്ടോറിയൽസ് ഞാൻ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടാൻ തുടങ്ങിയത് ഇപ്പോൾ അടുത്തല്ലേ. അതിന് മുന്നേ ഞാൻ കംപ്ലീറ്റ് ഇതേപോലത്തെ ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അന്ന് അധികം ചെയ്തിട്ടുള്ളത് ഈ സ്ക്രാപ്പ് ബുക്സിൻ്റെ വർക്ക് തന്നെയാണ് കേട്ടോ. കാരണം അത്യാവശ്യം കുറേ വർക്ക് ഇങ്ങനെ സ്ക്രാപ്പ് ബുക്കിന് ആ സമയത്ത് കിട്ടലുണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര കുറവാണ് അപ്പത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ഇപ്പോൾ കൂടുതലും എനിക്ക് തോന്നുന്നത് ഫ്രെയിംസും പിന്നെ പോളറോയിഡ്സും അങ്ങനെ ആണ്. സ്ക്രാപ്പ് ബുക്സിൻ്റെ വർക്ക് പൊതുവേ കുറവാണ്. പിന്നെ റിംഗ് ആൽബംസ് പിന്നെയും ചെയ്യലുണ്ട്. പക്ഷേ ഇതേപോലെ നമ്മൾ ഈ ബേസൊക്കെ ബൈൻഡ് ചെയ്തിട്ടുള്ള സ്ക്രാപ്പ് ബുക്സ് കുറച്ച് കുറവാണ് പോഡേഴ്സ് കിട്ടൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ വല്ലാണ്ട് ട്യൂട്ടോറിയൽസ് ഇടലില്ല. പക്ഷെ അന്ന് ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ തന്നെ മനസ്സിലാവും. ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ട്യൂട്ടോറിയൽസ് അവർക്ക് യൂസ്ഫുൾ ആവണതൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവരാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി.
അങ്ങനെ ഞാൻ ആ ഒരു ഷീറ്റിൻ്റെ കോണേഴ്സൊക്കെ കട്ട് ചെയ്ത് പിന്നെ ആ സൈഡൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ 4 സൈഡും ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ടത് നല്ല രീതിയിൽ ഉണങ്ങിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഇങ്ങനെ ബാക്കി മടക്കി കൊടുക്കുന്നതൊക്കെ. പിന്നെ നമ്മളിങ്ങനെ പാറ്റേൺ പേപ്പേഴ്സ് ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ GSM കുറച്ചിട്ട് വേണം കേട്ടോ പ്രിൻറ്റ് ചെയ്യാൻ. നമ്മൾ 300 GSMലൊക്കെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മടക്കണ സമയത്ത് അതിൻ്റെ ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ള അടയാളം വരും. അപ്പോൾ ഇങ്ങനെ മടങ്ങി പോകാനും കീറാനൊക്കെ ചാൻസ് ഉണ്ട്. സോ എപ്പോഴും കട്ടി കുറച്ചിട്ട് വേണം ബേസായിട്ട് കൊടുക്കുമ്പോൾ പ്രിൻറ്റ് ചെയ്യാൻ. അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ട് ഇനിയിപ്പം അതിൻ്റെ ഉള്ളിൽ പേജസ് ആഡ് ചെയ്യാനുള്ള ആ ഒരു ഇതും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഞാനിതാ കുറച്ച് വൈറ്റ് ഐവറി കാർഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് ആവശ്യമുള്ള അളവിൽ അങ്ങനെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നീളം വേണ്ടത് ഈ ഒരു സ്ക്രാപ്പ് ബുക്കിൻ്റെ ചിപ്പ് ബോർഡ്സ് എത്രയാണോ നീളം എടുത്തിട്ടുള്ളത് അതിനൊരു 1/2 സെൻറ്റിമീറ്റർ കുറച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ വീതിയായിട്ട് എടുക്കേണ്ടത് 3 പീസാണല്ലോ ടോട്ടൽ. അപ്പോൾ ഒന്ന് 3 സെൻറ്റിമീറ്ററും ഒന്ന് 5 സെൻറ്റിമീറ്ററും ഒന്ന് 7 സെൻറ്റിമീറ്ററും. കോമൺ ആയിട്ട് ഈ ഒരു ടൈപ്പ് ആൽബത്തിനൊക്കെ ഇത് തന്നെയാണ് കേട്ടോ മെഷർമെൻറ്റ്സ് വരലുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഞാൻ അങ്ങനെ പറയുമ്പോൾ ഇത് എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ചെയ്യാൻ അതായത് ഈ ട്യൂട്ടോറിയൽ കണ്ടിട്ട് ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുള്ളവരോ അല്ലെങ്കിൽ മുന്നേ ചെയ്തിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഞാൻ പറയണത് ചിലപ്പോൾ മനസ്സിലാവും. അങ്ങനെ 3 പീസും കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ 2 സൈഡിൽ നിന്നും 1 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്ത് ഇതേപോലെ ഒന്ന് വരച്ചിട്ട് സ്കോർ ചെയ്ത് കൊടുക്കണം, മടക്കി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ലെയർ ചെയ്ത് ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്യണത്. പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഇത് നമ്മുടെ സ്ക്രാപ്പ് ബുക്കിൻ്റെ ബേസിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സെൻറ്ററിൽ നമ്മൾ വേറെ പാറ്റേൺ പേപ്പർ ഒന്നും സ്റ്റിക്ക് ചെയ്തിട്ടില്ലല്ലോ. സോ ഞാൻ ആ ഒരു സൈഡ് പോർഷൻ അതായത് നമ്മൾ ഇട്ടിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റാപ്പിംഗ് ഷീറ്റ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഉടായ്പ് വഴിയാണ് കേട്ടോ. ശരിക്കും നമുക്ക് ഈ സെയിം നീളത്തിലുള്ളൊരു പാറ്റേൺ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ബ്രൗൺ ഷീറ്റ് അതായത് ഈ ബ്രൗൺ സൈഡ് കാണുന്ന അവിടെ ഒട്ടിച്ച് കൊടുക്കുകയാണ് നല്ലത്. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഇനിയും അവിടെ പാറ്റേൺ പേപ്പർ സ്റ്റിക്ക് ചെയ്യാൻ പോവുകയാണല്ലോ ആസ് എ പേജ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യലുള്ളത്. ചിലപ്പോൾ വാഷി ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വൈറ്റ് പോർഷൻ കാണുന്ന അവിടെ ആ മടക്കണ അവിടെ വാഷി ടൈപ്പ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും പേപ്പർ പീസ് ഒട്ടിച്ചു കൊടുക്കും. അങ്ങനെ അത് അവിടെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെ ആ ലിസ്റ്റിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആണ് ഇനി ഇത്രയല്ലുള്ളത് ചെയ്യാനെന്നുള്ളത് ആലോചിക്കുമ്പോൾ. അങ്ങനെ ഇനി പാറ്റേൺ പേപ്പേഴ്സും ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കുകയാണ്. ഫോട്ടോസ് എടുക്കണില്ല, പാറ്റേൺ പേപ്പേഴ്സ് മാത്രം ഒന്ന് എടുത്തിട്ട് അതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ ഞാൻ മുന്നേ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്ലൂ തീമിലാണിത് ചെയ്യാൻ പോണത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പാറ്റേൺ പേപ്പേഴ്സ് കൂടുതലും ആ ഒരു ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ, ബ്ലൂ കളറിൽ തന്നെയാണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാലും ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. എല്ലാം എക്സാക്ട് സെയിം അല്ല. അപ്പോൾ ഞാനിങ്ങനെ സ്ക്രാപ്പ് ബുക്കിനൊക്കെ പാറ്റേൺ ഷീറ്റ്സ് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കവർ പേജിൽ എന്താണ് ഒട്ടിക്കുക എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ അത് സെലക്ട് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യലൊന്നുമില്ല. കോമൺ ആയിട്ട് കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യും നമ്മളെ തീമിൽ. എന്നിട്ട് പിന്നെ ലാസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് സെലക്ട് ചെയ്യാണ് കേട്ടോ ചെയ്യലുള്ളത്. അതിന് ഏതാണോ ഒന്ന് ബെറ്റർ ആയിട്ട് തോന്നുന്നത് അതങ്ങോട്ട് സെലക്ട് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്തത് അന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ സൈസിൽ ചെറിയ മില്ലിമീറ്റേഴ്സിൻ്റെ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കറക്റ്റ് എല്ലാം ഒരേ സൈസാക്കിയിട്ടൊന്ന് പ്രിൻറ്റ് ചെയ്യല്ല കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് സ്റ്റിക്ക് ചെയ്യണ സമയത്ത് ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ടുണ്ടാവും. പിന്നെ വലിയ ഡിഫറൻസ് ഇല്ലെങ്കിലും ഒട്ടിക്കുമ്പോൾ നമുക്കത് വേഗം മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എല്ലാം കറക്റ്റ് അളവിൽ വേണം എടുക്കാൻ. പിന്നെ ഞാൻ സൈഡിൽ പാട്ടൊക്കെ ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. ഒന്നാമത് ഞാൻ ഇത്രയും ലേറ്റായിട്ട് സാധാരണ അങ്ങനെ ഇരിക്കലില്ല പണി ചെയ്യാനൊന്നും. കാരണം ഞാൻ ഒരു നൈറ്റ് പേഴ്സൺ അല്ല കേട്ടോ, ഞാനൊരു മോർണിംഗ് പേഴ്സണാണ്. എനിക്ക് രാത്രി നേരത്തെ ഉറങ്ങിയിട്ട് രാവിലെ നേരത്തെ എണീറ്റ് കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. ചിലവരൊക്കെ എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ കുറേ പേര് രാത്രി എത്ര നേരം വേണമെങ്കിലും ഉറക്കം വയ്ക്കും, എന്നിട്ട് രാവിലെ എണീക്കാൻ ഭയങ്കര മടികാരം അങ്ങനെയുള്ളവരുണ്ടാവുമല്ലോ. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ്. എനിക്ക് രാത്രി അങ്ങനെ കുറേ നേരം ഉറക്കം വയ്ക്കാൻ കഴിയില്ല, പെട്ടെന്ന് തന്നെ ഉറക്കം വരും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഉറക്കം വരാതെക്കാനും ബോറടിക്കാതെക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ സൈഡിൽ പാട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യലുള്ളത്. എന്നാൽ പിന്നെ എത്ര നേരം വേണമെങ്കിലും അങ്ങനെ ഇരിക്കും. എന്നാലും ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ എനിക്ക് പോയി ഉറങ്ങണം. പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഞാൻ അങ്ങനെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള പീസൊക്കെ എടുത്ത് കളയാണ് കേട്ടോ ചെയ്യണത്. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഏകദേശം എല്ലാം ഒരേ അളവിൽ ചെറിയ ചെറിയ പീസ്. ഫസ്റ്റൊക്കെ അതായത് ഈ സ്ക്രാപ്പ് ബുക്കിങ്ങും ക്രാഫ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ സമയത്തൊക്കെ ഒരു പീസും കൂടെ ഇങ്ങനത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ ബാക്കി വരുന്ന പീസൊന്നും ഞാൻ കളയില്ല കേട്ടോ. എല്ലാം കവറിലും ബോക്സിലൊക്കെ ആക്കിയിട്ട് എടുത്ത് വെക്കും. എന്തെങ്കിലും DIY ചെയ്യാനോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചെറുതും വലുതും എല്ലാം എടുത്ത് വെക്കലുണ്ടായിരുന്നു. അങ്ങനെ കുറേ എടുത്ത് വെച്ച് ലാസ്റ്റ് ബാക്കിയുള്ളത് പുതിയത് എടുത്ത് വെക്കാനുള്ള സ്ഥലം ഇല്ലാതാവും. കാരണം എല്ലാം ഇങ്ങനെയാണ് എടുത്ത് വെക്കും എന്നല്ലാണ്ട് അതിനെ കൊണ്ട് പിന്നെ വേറെ വർക്കും കാര്യങ്ങളൊന്നും ചെയ്യൂല. പിന്നെ ഞാൻ അങ്ങനെ എടുത്ത് വെക്കാതായി. വലിയ പീസുകൾ മാത്രം ഉണ്ടെങ്കിൽ എടുത്ത് വെക്കും, അല്ലാത്തതൊക്കെ എടുത്ത് അപ്പം തന്നെ കളയും. കാരണം കുറേ അങ്ങനെ എടുത്ത് വെക്കാന്നല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും അതിനെ കൊണ്ട് ചെയ്യൂല. ഇനി ഞാൻ കവർ പേജിൽ വെക്കാനുള്ള ഈ ഒരു പാറ്റേൺ ഷീറ്റ് സെലക്ട് ചെയ്യാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാൻ ഈ പ്രിൻ്റ് ചെയ്ത് വെച്ചത് എല്ലാം ഇങ്ങനെ വെച്ച് നോക്കും, ഏകദേശം എനിക്ക് ഇഷ്ടമായിട്ടുള്ളതൊക്കെ. എന്നിട്ട് അതിന് ബെറ്ററായിട്ട് തോന്നണമൊന്ന് സെലക്ട് ചെയ്യാണ് ചെയ്യലുള്ളത്. ഇഷ്ടമായിട്ടുള്ളതൊക്കെ സൈഡിൽ മാറ്റി വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഒന്ന് ഫൈനലൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കവർ പേജിൽ എന്താ ടെക്സ്റ്റോ അല്ലെങ്കിൽ വേറെ എന്താ ഫോട്ടോ കൊടുക്കാനുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ അതും കൂടെ വെച്ച് നോക്കിയിട്ട് അങ്ങനെ മാച്ച് ആവണത് കൂടെ നോക്കിയിട്ടാണ് കേട്ടോ എടുക്കലുള്ളത്. എനിക്കിപ്പം ഈ ഒരു ആൽബത്തിൻ്റെ കവർ പേജിൽ കൊടുക്കാനുള്ളത് ഈ ഒരു അവർ ക്യൂട്ട് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് എഴുതിയിട്ടുള്ള ഫ്രെയിമാണ്. സോ ഞാനത് ഒന്ന് ആദ്യം കട്ട് ചെയ്തിട്ട് വെച്ച് നോക്കിയിട്ട് അങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കൊരു 2-3 ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കട്ട് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് അതിന് മുകളിൽ ഇങ്ങനെ വെച്ച് നോക്കണുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഈ ഒരു ക്യാറ്റിൻ്റെ ഡിസൈൻ വരുന്നത് കുഴപ്പമില്ല കേട്ടോ, ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഉള്ളതിന് എനിക്ക് ഒന്ന് നല്ലതായിട്ട് തോന്നിയത് അതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അതാണ് പിന്നെ എടുത്തിട്ടുള്ളത്. മറ്റേ ബ്ലൂവും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ, ആ ഒരു ഫ്ലോറൽ. പക്ഷേ അതും ആ ഒരു ബേസ് ചെയ്തിട്ടുള്ള കളറും എല്ലാം കൂടെ ഒരു സെയിം ഡാർക്ക് ആയതുകൊണ്ട് എനിക്ക് മറ്റേതാണ് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അത് ഫൈനലൈസ് ചെയ്തു. അതങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പേപ്പറൊക്കെ നമുക്കിതേപോലെ ഈ പേജസ് ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യലുള്ളത്. ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഓരോ പേജായിട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് പേജിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒട്ടിക്കുന്നതിന് മുന്നേ തന്നെ ഒരു റിബണും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ചെയ്ത് കഴിയുമ്പോൾ എത്രത്തോളം ഇത് ജങ്കായിട്ട് നിൽക്കും എന്നറിയില്ല. ചിലപ്പോൾ ഭയങ്കര ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റാതെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ ആവുന്നുണ്ടെങ്കിൽ ആ സമയത്ത് റിബണൊന്നും ആഡ് ചെയ്യൽ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ടൈപ്പ് ആൽബമൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ റിബൺ ആഡ് ചെയ്ത് കൊടുക്കലുണ്ട്. അത് കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിന് മുകളിൽ പാറ്റേൺ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഈ ഫസ്റ്റ് പേജിലും പിന്നെ ലാസ്റ്റ് പേജിലും ആ ഒരു 2 സൈഡിലും. അങ്ങനെ അത് രണ്ടും ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പേജസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിൽ തന്നെ കുറച്ച് എക്സ്ട്രാ പേജസും കാർഡ്സൊക്കെ ഉണ്ട്. കാരണം ഇത് അത്യാവശ്യം ഒരു 40 അബോവ് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ 2 പാറ്റേൺ പേപ്പേഴ്സ് അങ്ങനെ ഒട്ടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവില്ല. സോ എക്സ്ട്രാ പാറ്റേൺ പേപ്പേഴ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യണത്. പിന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ കുറച്ചധികം സമയം എടുത്തിട്ട് ഞാൻ ഫുള്ളായിട്ട് പാറ്റേൺ ഷീറ്റ്സ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എക്സ്ട്രാ ഷീറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാനിങ്ങനെ മാച്ച് ആക്കിയിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. 2 സൈഡിലും ഒരേ ഡിസൈൻ വരുന്ന രീതിയിൽ. ഞാൻ വിചാരിച്ചത്ര പാറ്റേൺ പേപ്പേഴ്സ് സത്യം പറഞ്ഞാൽ അതിന് ആവശ്യമായിട്ടില്ല കേട്ടോ. ഞാൻ ഫോട്ടോസ് കുറേ ഉണ്ടായതുകൊണ്ട് തന്നെ തികയൂലേന്ന് വിചാരിച്ച് കുറച്ചധികം പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ആവശ്യം വന്നിട്ടില്ല. എന്നാലും ഇതിലൊരു പകുതിയോളം ഞാൻ ലേഔട്ട് ചെയ്യുമ്പോൾ ഇനി യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഡെസ്കിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇന്നിപ്പോൾ എനിക്ക് ഇത്ര ചെയ്യാനുള്ളൊരു എനർജിയേ ഉള്ളൂ. ഞാൻ വിചാരിച്ചിരുന്നു ഫോട്ടോസ് ഒന്ന് റഫായിട്ട് ലേഔട്ട് ചെയ്ത് വെച്ചിട്ടെങ്കിലും പോയി ഉറങ്ങാമെന്ന്. എന്നാൽ പിന്നെ രാവിലെ എണീറ്റിട്ട് അതങ്ങോട്ട് ഗ്ലൂ ചെയ്താൽ മാത്രം മതിയല്ലോ. പക്ഷേ എന്നെ കൊണ്ട് കഴിയൂല. കാരണം ഇപ്പോഴത്തേനും എനിക്ക് അത്യാവശ്യം ഉറക്കം വരുന്നുണ്ട്. 12:15 അത്രയ്ക്കേ ആയിട്ടുള്ളൂ കേട്ടോ സമയം. അപ്പോൾ എന്തായാലും ഇത്രയും ചെയ്തില്ലേ എന്നുള്ളൊരു സമാധാനത്തിൽ ഞാൻ ബാക്കി നാളെ ചെയ്യാമെന്നുള്ള രീതിക്ക് അങ്ങനെ ഇനിയിപ്പോൾ ഉറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ചെയ്തിട്ടുള്ളതൊക്കെ ഞാൻ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഫോട്ടോസൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ മുന്നേയൊക്കെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് സ്ക്രാപ്പ് ബുക്സ് ചെയ്യുമ്പോൾ ബേസാണ് ഏറ്റവും പണിയായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം അത് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അതിൻ്റെ ആ ഒരു ഫ്ലോയിൽ ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. സ്ക്രാപ്പ് ബുക്കിൻ്റെ ബേസ് ചെയ്യണത് കുറേ പേര് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും കൂടെയാണ് കേട്ടോ ഇങ്ങനെ ഒരു വ്ളോഗായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.